ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുപയർ പരിപ്പ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ള ഒരു പരിപ്പ് പ്രഥമൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ 240 ml കപ്പിൽ ഒരു കപ്പ് നിറച്ചും ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറുപയർ പരിപ്പ് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കാതെയാണ് നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ നമുക്ക് ഒരു 3 മിനിറ്റ് നേരം അത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ആ റോസ്റ്റ് ചെയ്യുമ്പം പരിപ്പിൻ്റെ കളറ് മാറാനൊന്നും പാടില്ല, വല്ലാതെ മൂത്ത് പോകാനും പാടില്ല. അപ്പോൾ ഒരു ഇളം കളറായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മൂപ്പൊക്കെ വളരെ കറക്റ്റായിട്ടുണ്ട്. ഉടനെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് മാറ്റി വയ്ക്കണം. അതേ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മൂപ്പ് മാറിപ്പോകും. ഇനി നമുക്ക് ഇത് കഴുകിയെടുക്കണം. ഇനിയാണ് നമ്മൾ പരിപ്പ് കഴുകുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമുക്കതിൽ വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒന്ന് കഴുകിയാൽ മതി. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഞാനത് സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് അത്രയും പരിപ്പ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പ് വേകാൻ നമ്മൾ എത്രയാണോ പരിപ്പ് എടുത്തത് അതിൻ്റെ 3 ഇരട്ടി, അതായത് 1 കപ്പ് പരിപ്പിന് 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കറിലാണ് വേവിക്കുന്നത്, നമുക്ക് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെയിറ്റിട്ട് ഞാനൊരു 3 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. 3 വിസിൽ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പ്രഷറൊന്ന് പോയ ഉടനെ കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ. അടിയൊന്നും പിടിച്ചിട്ടില്ല, അതുപോലെ തന്നെ വല്ലാതെ കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ പരിപ്പ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മധുരത്തിനായിട്ട് ഞാൻ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഒരു കല്ലും തരിയൊന്നും ഇല്ലാത്ത നല്ല ഓർഗാനിക് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും 1.25 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു വലിയ തേങ്ങയുടെ 3/4 ഭാഗവും ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഞാൻ 2.5 കപ്പ് രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 2.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മധുരമെല്ലാം അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വരും. നമ്മൾ ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് മതി. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ശർക്കരയെല്ലാം ഉരുകി നല്ലപോലെ മിക്സായിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ട് ഉള്ള ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് 1-ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഞാൻ 240 ml മെഷറിംഗ് കപ്പിലാണ് അളവുകളെല്ലാം പറയുന്നത്. അപ്പോൾ 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം നമുക്ക് ഓഫാക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് വേണം. എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയാൽ ഇവിടെ പായസം റെഡിയായി. ഇനി അതിലേക്ക് നമ്മൾ കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിങ്ങയും നമുക്ക് ഒന്ന് നെയ്യിൽ വറുത്തിടാം. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 കശുവണ്ടി പരിപ്പാണ് മൂപ്പിച്ചിടുന്നത്. ഉണക്കമുന്തിരിങ്ങ ഇഷ്ടമുള്ളവർക്ക് അതോടെ ഇതിൻ്റെ കൂടെ തന്നെ മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഇളം ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചിലർക്ക് ജീരക പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം പൊടിച്ചത്, അതുപോലെ ചുക്കിൻ്റെ പൊടി, അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ വേറെ തന്നെ ഒരു ഫ്ലേവർ ഈ പായസത്തിന് കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിയിട്ടില്ല. ഏലക്കാപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നല്ല ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസം, അതായത് പ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് പലതരം പായസം എല്ലാവരും ഉണ്ടാക്കി കാണുമല്ലോ കേട്ടോ. അപ്പോൾ ഏതൊക്കെ പായസമാണെന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ.
അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.